70 രൂപ കൊടുക്കാം. വെറും 290 അല്ലേ? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ അതാണ് സാധാരണ ഒരു ബൈക്കിന്റെ EMI വരുള്ളൂ. അതേപോലെ തന്നെ ട്രാക്ക് ഉണ്ടെങ്കിൽ ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡൽ കൂടി ഒരു വാഹനം. ഒരു ചെറിയ പ്രൈസിന് ഒരു 7 സീറ്റർ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 465 കൊടുക്കാം. 465 നെക്സോൺ ആണ്. അതായത് നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസിനാണ് ഒരു നെക്സോൺ തരുന്നത്. വെറും 4,65,000 രൂപ. ഇതിൽ നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും? ഇത് ലോണ് നമുക്കൊരു 4-4.25 വരെ ലോൺ ചെയ്യാം. ഒരു 10-20 രൂപ 30 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു സാധാരണക്കാരന് ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്തൊരു കാറൊക്കെ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഒത്തിരി ചെറിയ ബൈക്കിന്റെ EMI-ലൊക്കെ കൊണ്ടാൻ പറ്റുന്ന നല്ല കാറുകൾ. അപ്പോൾ നമുക്ക് എല്ലാ സെഗ്മെന്റിലെ വാഹനങ്ങളും നല്ല ഓഫർ റേറ്റ്, അതായത് ഡീലർ പ്രൈസിനുള്ള ഒത്തിരി വാഹനങ്ങൾ, SUV-കൾ, അതേപോലെ തന്നെ നമുക്ക് സാധാരണക്കാരന് പറ്റിയ ഒത്തിരി നല്ല കളക്ഷൻസും ഏകദേശം ഒരു 70-ഓളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മാക്സിമം ഓഫർ റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഷെരീഫ്ക്കാണ്. ഷെരീഫ്ക്ക, നമ്മളെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റൈഡോൺ കാർസ് വരുന്നത് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോഡിൽ കിൻഫ്ര പാർക്കിൻ്റെ അടുത്ത്. അതായത് നമ്മൾ കിൻഫ്രൻ്റെ അവിടെ നിന്ന് നേരെ നമുക്ക് കൊട്ടപ്പുറ റൂട്ടിലായിട്ടാണ് ഈ റൈഡോൺ കാർസ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നത് ഏകദേശം 10-70ഓളം വാഹനങ്ങളുണ്ട്. മാക്സിമം ഓഫർ റേറ്റിൽ കൊടുക്കാം. എല്ലാ വിലകളും നല്ല പൊട്ടിച്ചിട്ടുള്ള റേറ്റിനാണ്. നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ ഒരു SUV ഒക്കെ വാങ്ങാൻ പറ്റിയ നല്ല റേറ്റിനുള്ള സാധനങ്ങളുണ്ടല്ല, മാക്സിമം കുറക്കുകയാണ്. പിന്നെ നമുക്ക് വണ്ടി ചെക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഏത് വർഷാപ്പിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിച്ച് ചെക്കിങ് ഗ്യാരണ്ടിയിലേ നമ്മൾ കൊടുക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വർഷാപ്പേരുണ്ടെങ്കിൽ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാനുള്ള ആ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഒത്തിരി നല്ല റേഞ്ചുള്ള വാഹനങ്ങളൊക്കെ നല്ല പ്രൈസ് കുറച്ചിട്ടുള്ള ഓഫർ റേറ്റിലാണ് ഇത്തവണ. ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് ഒരു വാഗണറൊക്കെ വാങ്ങുന്ന അതേ പ്രൈസിന്, ഒരു ഓൾട്ടോന്റെ പ്രൈസിന് എന്ന് പറയാം. അത് പ്രൈസിനൊക്കെ ഉണ്ടാകുന്ന ഡീസൽ ഓട്ടോമാറ്റിക് SUV ഒക്കെ ഉള്ള നല്ലൊരു കിടിലം പാർട്ടാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു കിടിലം SUV എന്നാണ് തുടങ്ങുന്നത്, ടാറ്റ നെക്സോൺ. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഷെരീഫ്ക്ക, എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2018 XZ+. ഇതിന്റെ ടോപ്പ് എൻഡ് തന്നെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ, 4 ഫുൾ കട്ട് ടയേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്, അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. റിയർലി AC വെന്റ്, എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ അല്ല. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 18 റേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും സേഫ്റ്റിയും പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഓണർഷിപ്പ് ഇത് സെക്കൻഡ്. കിലോമീറ്റർ 140. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫൈനലി നമുക്ക് 465 കൊടുക്കാം. 465 നെക്സോൺ ആണ്. അതായത് നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസിനാണ് ഒരു നെക്സോൺ തരുന്നത്. വെറും 4,65,000 രൂപ. ഇതിൽ നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും? ഇത് ലോണ് നമുക്കൊരു 4-4.25 വരെ ലോൺ ചെയ്യാം. ഒരു 10-20 രൂപ 30 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത് മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ്. അതും നമുക്ക് ഫുൾ ഹിസ്റ്റർ എല്ലാം പക്കയാണല്ലോ വണ്ടി. എല്ലാം നിലവിലൊരു വർക്കും ചെയ്യിക്കാനില്ല, ഒന്നുമില്ല. പക്കായിട്ട് നമുക്ക് നേരെ ഫ്യൂൽ അടിച്ച് കൊണ്ടുപോയാൽ മതി. അടുത്ത ഒരു 7 സീറ്റർ ആണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിലോ 7 സീറ്റർ നോക്കുന്നവർക്ക് മാരുതി സുസുക്കി എർട്ടിഗ. അത് അതിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഫാൻസി നമ്പർ 6677, നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളും അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 2 സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. പെട്രോൾ വേരിയന്റ് 2 സൈഡ് എയർ ബാഗ്, ആൻഡ്രോയിഡ് സിസ്റ്റം, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, അതേപോലെ സെൻട്രൽ AC, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 80 സംതിങ് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ്. അപ്പോൾ ഒരു 7 സീറ്റർ ഒരു ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം. ഷെരീഫ്ക്ക, നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 680 കൊടുക്കാം. 680 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? വണ്ടി 6 ലക്ഷം രൂപ ലോൺ കിട്ടും. 19 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. ഒരു ചെറിയ പ്രൈസിന് ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അടുത്താണ് ഒരു ഓഫർ പ്രൈസിൽ ഇതാണ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. അതായത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. അല്ലാതെ റെനോ ഡസ്റ്റർ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡീസൽ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലെ? ഡീസൽ വേരിയന്റ്. അപ്പൊ എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് ആണ്. അഡീഷണൽ ആയിട്ട് നല്ല കിട അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്.
അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡല് 110 ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫൈനല് നമുക്ക് 460 കൊടുക്കാം. 460 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നല്ല എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 460 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോണ് 4.4 രൂപ വരെ ചെയ്യാൻ പറ്റും. 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല. ഇനി അതുകൊണ്ട് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ നോക്കുന്ന കിഡിലും വണ്ടിയുണ്ട്. അത് നമുക്ക് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നു. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വാഹനമാണ്. അല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു വാഹനം. എങ്ങനെയൊന്ന് ഷെരീഫ് അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡല്. 17 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടി. ഡീസൽ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. 140 അതെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് വണ്ടി എന്തായാലും വന്നിട്ടുള്ള ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ ചെയ്തു തരും. ഷെരീഫ് ഇതൊക്കെ ഫുൾ നീറ്റ് ആക്കിയിട്ട് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫൈനല് 6.5 രൂപയ്ക്ക് കൊടുക്കാം. 6 രൂപയ്ക്ക്. അതിന് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു ക്രെറ്റ ഉണ്ടാകും. അത് നമുക്ക് ഇന്നലെ വന്ന വാഹനമാണ്. അതുകൊണ്ട് അത്യാവശ്യം ടച്ചപ്പ് ഒക്കെ ചെറിയ ചെറിയ ടച്ചപ്പുകളൊക്കെ നമ്മൾ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കൂല. ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. സാധാരണക്കാരൻ ഒരു ഓഫർ പ്രൈസിൽ ചെറിയൊരു വാഹനം നോക്കുന്നവർക്ക് ഇതാവണോ ഒരു കിഡ്ല ഐറ്റം വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2008 മോഡല്. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഷെരീഫ്? പേപ്പർ 2028 പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? എത്ര രൂപ കൊടുക്കാം? നമുക്ക് 65 രൂപ കൊടുക്കാം. 65 രൂപ കൊടുക്കാം. ഇന്ത്യയിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല സ്പേസസ് ആണ് വണ്ടി. ചെറിയ പ്രൈസിന് 28 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഐറ്റന് 65,000 രൂപ കൊടുക്കാൻ പറ്റും. ഓൾട്ടോ അത് അതിന്റെ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി LXi ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ഷെരീഫ് മോഡല് കാര്യം? 2010 മോഡലാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫയലില് 70 രൂപ കൊടുക്കാം. ഇതില് പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കും. മോഡൽ 2010 ആണ്. പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള ഒരു പ്രൈസ് ആണ്. എത്ര രൂപ ഫൈനൽ റേറ്റ്? 70 രൂപ കൊടുക്കും. 70 രൂപ. അത് ലാസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് അല്ല. അടുത്താണ് ഒരു കിഡ്ലം വാഹനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു സെമി പ്രീമിയം വാഹനം നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ടൊയോട്ട കൊറോള ഓൾട്ടിസ്. അത് നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗും അതേപോലെ തന്നെ നമ്മൾ GT നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുൾ ബ്ലാക്കിലൊക്കെ വരുന്ന ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലൊക്കെ വരുന്ന ഒരു അടിപൊളി അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സൈഡ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ടൊയോട്ട കൊറോള. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡല് ജെ ഓപ്ഷനിൽ. തേർഡ് ഓണർഷിപ്പ്. ഒറിജിനൽ കേരളാണോ അതോ റീവണ്ടിയാണോ വരുന്നത്? അല്ല, റീ ആണ്. പക്ഷെ നല്ല പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. അതേപോലെ തന്നെ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നിലവിൽ തിരൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി വന്നിട്ടുള്ളത്. ഡീസൽ തന്നെയല്ല വണ്ടി വരുന്നത്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വലിയൊരു വാഹനം. എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.5 മേലെ ഓടിയിട്ടുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ? മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഏകദേശം നമുക്ക് 18-20 മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. വലിയൊരു വാഹനമാണെങ്കിലും മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ 5.80 കൊടുക്കാം. 5.80 അല്ലേ? റാഷ് ബാക്കിന്റെ പ്രൈസിന് കൊടുക്കാം. മാക്സിമം എത്ര രൂപയ്ക്ക് നമുക്ക് ലോൺ ഒരു 5 രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം ട്രാക്ക് ഉള്ളവരാണെങ്കിൽ 5 രൂപ വരെ ചെയ്ത് കൊടുക്കാം. 4.5 4.25 ആ റേഞ്ച് നമുക്ക് ചെയ്യാനും പറ്റൂല. ഇത് നമുക്ക് അതിന്റെ നേരെ ഒരു കുഞ്ഞനുജൻ പറയാം. ടൊയോട്ട എറ്റിയോസ് ആണ്. അതും സെഡാനാണ്. പ്ലാറ്റിനം ടൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതും നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഇത് കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ വരുന്നത്? ഇത് റീ ആണ്. 2014 മോഡല് GD സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്ലാറ്റിനം ടൈപ്പിലേക്ക് കൺവേർട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ് അല്ല? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 2014 മോഡലാണ്. ഇത് നമുക്ക് ഫൈനലി നമുക്ക് 2.90 കൊടുക്കാം. 2.90 ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു പ്രൈസിൽ ഡീസൽ വണ്ടിയല്ല? ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അത് മെയിൻ്റെനൻസ് വളരെ കുറവാണ് തന്നെ പറയാം. അതെ. 2.90 അല്ലേ? 2.90 ഏകദേശം നമുക്ക് 19 രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും. ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണക്കാരൻ അത്യാവശ്യം നല്ല കംഫർട്ടും മൈലേജും കിട്ടുന്ന ഒരു വാഹനം നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഹുണ്ടായുടെ ഇയോൺ ആണ്. അതും ഗ്രേ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 മോഡല് മാഗ്ന. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ തന്നെ കമ്പനി ഇൻബിൾട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരും. ഒരു 17-18 മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല? എങ്ങനെയായിരുന്നു നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഫൈനല് 1.65 കൊടുക്കും. 1.65. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ കൊടുക്കാം. അപ്പോൾ അതാണ് സാധാരണ ഒരു ബൈക്കിന്റെ EMI വരുള്ളൂ.
അതേപോലെ തന്നെ ട്രാക്ക് ഉണ്ടെങ്കിൽ ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡൽ കൂടി ഒരു വാഹനം. ഇത് നമുക്കൊരു റെനോ കിഡ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. സോ ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനല് 2,55 കൊടുക്കാം. 2,55. മാക്സിമം ഫുൾ ഓണിന് ചെയ്യും ചെയ്യാം. മാക്സിമം ഫുൾ ഓണിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 2 കിഡ്ലം എക്കോ സ്പോട്ടുകൾ അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട്. 3 വരുന്നുണ്ട്. സിൽവർ ഫിനിഷിംഗ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഫസ്റ്റ് തന്നെ സിൽവർ ഫിനിഷിംഗ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 മോഡൽ. 15 മോഡൽ. ട്രെൻഡ് ലൈൻ. ഡീസൽ അല്ല വണ്ടി ആയിരുന്നു? ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടി. നല്ല പെർഫോമൻസ്, അതേപോലെ അത്യാവശ്യം മൈലേജും നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനല് നമുക്ക് ₹4 ചെയ്ത് കൊടുക്കാം. ₹4 അല്ലേ? ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ഒരു 3.5 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമുക്കൊരു എക്കോ സ്പോർട്ട് ആണ്. ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡൽ. 2017 ഡീസൽ വണ്ടി തന്നെയല്ലേ വരുന്നത്? എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 1.43 ഓടി. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ വണ്ടി വരുന്നത്. സോ നല്ല ബോഡി ക്വാളിറ്റി, അതേപോലെ തന്നെ നമുക്ക് നല്ല പെർഫോമൻസ്, മൈലേജ്, കൂടെ തന്നെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. 17 മോഡലാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്ക് ഫൈനല് 4.80 കൊടുക്കാം. 4.80 കൊടുക്കാം. ട്രാക്ക് കാര്യങ്ങൾ ₹19 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഇവിടെ അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം നല്ല 7 സീറ്ററിന്റെ നല്ല കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് മാരുതി സുസുക്കി എർട്ടിക. സാധാരണ നമുക്ക് സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം 7 സീറ്റർ ആണെങ്കിൽ ഒരു 17-18 മാക്സിമം ലോങ് ഡ്രൈവിൽ 20 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം. ഡീസൽ വേരിയന്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡല്. VDI. ചെറിയ പൈസ കൊടുക്കാം അല്ലേ? അതെ. എങ്ങനെയായിരുന്നു റേറ്റ് നമുക്ക് വരുന്നത്? ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. റിയറിൽ നമുക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 4.15 കൊടുക്കാം നമുക്ക് ഫൈനൽ. എത്ര? 4.15. ഏകദേശം മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോണും ചെയ്യും. ഒരു ₹19 വണ്ടി ഇറക്കും ചെയ്യാം. ഇനി അതിന്റെ ഒരു ടാക്സി പെർമിറ്റിൽ വരുന്ന ഒരു വാഹനമാണ്. ഗോൾഡ് ഫിനിഷിംഗ് ആണ്. എർട്ടിക തന്നെയാണ്. അപ്പൊ ഒരു വരുമാന മാർഗം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2014-15 മോഡൽ റേസർ മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇത് നമുക്ക് ഫൈനല് നമുക്ക് ₹3.5 കൊടുക്കാം. ₹3. ചെറിയൊരു പ്രൈസിന് ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി മാക്സിമം ഒരു ₹70 വേണ്ടി ഇറങ്ങും. മാക്സിമം ₹3-3.25 ലോൺ. ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാൻ പറ്റൂല. അതൊരു ചെറിയൊരു ബഡ്ജറ്റില് നല്ല ക്വാളിറ്റി ഒരു ഇന്നോവ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. സ്കേറ്റിംഗ് അങ്ങനെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഷെരീഫ്? 12 മോഡല്. 12 മോഡൽ അല്ലേ? ഇന്ത്യയിലൊക്കെ നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കി കൊടുക്കും. നമ്പർ ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റൂല. അതെ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഫൈനല് 5.60 കൊടുക്കാം. 5.60 നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് അല്ലേ? വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ്. മഹീന്ദ്ര ബൊലേറോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2010 മോഡല്. 2019 മോഡൽ അല്ലേ? അതെ. 2010 മോഡൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.45 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. അത്യാവശ്യം എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ വണ്ടി? ഫുൾ ഫിറ്റ്. പേപ്പർ എങ്ങനെയായിരുന്നു? കാര്യങ്ങൾ നിലവിൽ പേപ്പർ എടുത്തിട്ടില്ല. 2 മാസം കൊണ്ട് ഞങ്ങൾ പേപ്പർ എടുത്തു കൊടുക്കും. അപ്പൊ 5 കൊല്ലത്ത് പുതിയ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് 2.60 കൊടുക്കും. 2.60 ചെറിയൊരു പ്രൈസിന് 7 സീറ്റർ. അതും നമുക്ക് 5 വർഷത്തെ പേപ്പറിലുള്ള വണ്ടി. ഇവിടെ വീണ്ടും നമുക്കൊരു ബ്ലാക്ക് ഇന്നോവ ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2007 G4. പേപ്പർ പുതിയ പേപ്പേഴ്സ് അല്ലേ വരുന്നത്? അതെ. എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം ഈ ഒരു വാഹനത്തിന്? ഇത് നമുക്ക് ഫൈനൽ നമുക്ക് 2.90 കൊടുക്കാം. 2.90 ചെറിയൊരു പ്രൈസിന് നമുക്കൊരു ഇന്നോവ ഉണ്ടാവും. അതും നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. Type 4 ആണ് വരുന്നത്. വെറും 2.90 അല്ലേ? പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. ഇനി അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 G4. 2015 G4 അല്ലേ? ഒറിജിനൽ Type 4 അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 1.35 ഓടിയിട്ടുണ്ട്.
എത്ര ചോദിക്കുന്നത് ഈ വാഹനം? ഓണർഷിപ്പ് ആണ്. 2000 ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതപ്പോ ഒറിജിനൽ കേരള വണ്ടിയാണ്. 2015 വണ്ടി. അത് കേരള രജിസ്ട്രേഷൻ ഇല്ല. നമുക്ക് എത്ര രൂപ കൊടുക്കാം ലാസ്റ്റ്? ഇത് 790 നമുക്ക് 790 കൊടുക്കാം അല്ല. അപ്പൊ മാക്സിമം 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്ക് വീണ്ടും ഒരു എർട്ടിഗയാണ്. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ വേരിയന്റ് എന്താണ് 7 സീറ്റർ ആണ്. മൈലേജ് കിട്ടുന്നത് 7 സീറ്റർ ഇല്ല. ഒറിജിനൽ കേരള വണ്ടി ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. ഇത് 2017 മോഡല് VDI ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. ഹൈബ്രിഡ് കൂടിയാണ്. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. അതെ. എത്ര വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലി 6.15 കൊടുക്കാം. 6.15 ഏകദേശം നമുക്ക് എത്ര വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 5.5 റുപ്യ 5.25 റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്യാം. അല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ 5.25 ഒരു 40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്, മോഡൽ വണ്ടി അല്ല. 3rd ജനറേഷൻ ക്ലച്ച് വരുന്നുണ്ട്. അത് നമുക്കൊരു ടാക്സി പെർമിറ്റ് ആണ്. സോ ഓലക്കാര് യൂബറിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഓടാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. 2021 മോഡൽ കൂടിയ വണ്ടിയാണ്. അതും ടാക്സി പെർമിറ്റ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വാഹനം. അത്യാവശ്യം ടയേഴ്സും ഉണ്ട് അല്ലേ? ചോദിക്കുന്നത് നമുക്ക് 8.5 ലക്ഷം രൂപ. 8.5 ലക്ഷം ചെറിയൊരു പ്രൈസിന് ഒരു ക്രെറ്റ. അത് നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് പ്രൊഫൈലുള്ള ആളാണെങ്കിൽ നമുക്ക് മാക്സിമം 8 രൂപ ലോൺ ചെയ്ത് കൊടുക്കും. 8 രൂപ നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ജനറേഷനിൽ വരുന്ന ഒരു ബ്രസ്സയാണ്. അതും ഡോൾട്ടൂൺ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. കേരള എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2023 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വെറും 30 സംതിങ് ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡോൾട്ടൂൺ ആണ് വരുന്നത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ചെറിയ കിലോമീറ്റർ ഓടിയ സ്മാർട്ട് ഹൈബ്രിഡ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വാഹനം. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? അപ്പോൾ ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ഇത് മോഡൽ എന്തായിരുന്നു പറഞ്ഞത്? ഇത് 2023 വണ്ടി അല്ലേ? നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ 6.5 രൂപ കൊടുക്കാം. ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? അപ്പൊ ചെറിയൊരു ഇതുണ്ട്. LXI ആണ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ കൃത്യമായിട്ട് പറഞ്ഞു തരൂല. ഇത് നമുക്ക് അടുത്തൊരു വീണ്ടും 7 സീറ്റർ ആണ്. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു എർട്ടിഗയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല് 19 രജിസ്റ്റർ മോഡൽ കൂടെ ഡീസൽ വണ്ടി അല്ലേ? കിലോമീറ്റർ പ്ലസ് ആണ് കേട്ടോ. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.19 ഓടിയിട്ടുണ്ട്. 1.19. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനല് 8.25 ലക്ഷം രൂപ കൊടുക്കും. 8.25 ലക്ഷം രൂപയ്ക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 8 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങാം. നല്ല പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ 10-25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് റൈഡോൺ കാസിലായിരുന്നു. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം തന്നെ വരും. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. സാധാരണക്കാരന് ചെറിയ ബൈക്കിന്റെ ഇമെയിലും ഓഫർ പ്രൈസിലൊക്കെ വാഹനങ്ങളുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ടത് ഇത് മലപ്പുറം കാലിക്കറ്റ് ബോർഡർ പ്രൈസിൽ കാക്കഞ്ചേരിയിൽ നമുക്ക് കാക്കഞ്ചേരിയിൽ നിന്ന് നമുക്ക് കൊട്ടപ്പുറം റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓർഡർ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷെരീഫ് ക സൈനിങ് ഓഫ്.